PSC ഡയറിയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ നമ്മുടെ ഭരണഘടന എന്ന ചാപ്റ്ററാണ്. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ ആയിട്ട് കുറച്ച് വിവരങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ 2 ബോക്സ് നമ്മളവിടെ അത് പഠിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ 2 ബോക്സ്. അപ്പോൾ അതിലെ കാര്യങ്ങൾ കൂടെ പഠിച്ചു തുടങ്ങിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഇതിൻ്റെ ആദ്യ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി അതുകൂടി കാണാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് കുറച്ച് മുൻവർഷ ചോദ്യങ്ങളൊന്ന് നോക്കാനുണ്ട്, അത് നമ്മൾ പെട്ടെന്നൊന്ന് പഠിച്ചിട്ട് അതുകൂടി നമുക്ക് നോക്കാം. വീഡിയോ അവസാനം വരെ കാണുക. ശരിക്കും നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും പരീക്ഷ നമ്മൾ ടെലഗ്രാം ചാനലിലായിട്ട് നടത്തുന്നുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഭരണഘടനയെ കുറിച്ചിട്ട് ഈ ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതൊന്ന് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കം എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഒന്ന് ആമുഖമാണ്. ആമുഖം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലേ. ആമുഖത്തിൽ എന്തൊക്കെ പറയുന്നുണ്ടല്ലോ, ഒത്തിരി ചോദ്യങ്ങൾ അവിടെ നിന്നും വരുന്നതാണ്, നമ്മൾ ഡിസ്കസ് ചെയ്തു. ശരിക്കും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്, ഇന്ത്യൻ ഭരണഘടന എന്ന പുസ്തകം നമ്മളത് ഒന്ന് തിരിച്ചു നോക്കിയാൽ, ആ ഗ്രന്ഥം നമ്മൾ തിരിച്ചു നോക്കിയാൽ മറിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അത് 22 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. നമുക്ക് 22 ഭാഗങ്ങൾ, ഭരണഘടനയെ 22 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ 22 ഭാഗങ്ങളിലായിട്ട് 395 അനുച്ഛേദങ്ങൾ അഥവാ ആർട്ടിക്കിളുകളും 12 ഷെഡ്യൂളുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അത് ഇന്ത്യ ഭരണഘടന രൂപീകരിക്കപ്പെടുന്ന സമയത്തുള്ള കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. അനുച്ഛേദങ്ങളൊക്കെ 395 എന്ന് പറയുന്ന അനുച്ഛേദങ്ങളൊക്കെ അതെല്ലാം ഇപ്പോൾ അതിൽ കൂടുതലൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ 98 ഭേദഗതികൾ മെയ് 2013 വരെ അതിൽ വരുത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ഒന്നുകൂടെ ഞാനൊന്ന് പറയാം, ഒന്ന് ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെടുമ്പോൾ, അതായത് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന അല്ലെ, നമ്മൾ ഇന്ത്യ റിപ്പബ്ലിക്കായ ആ സമയത്ത് ഇന്ത്യൻ ഭരണഘടന ഉള്ളടക്കം എന്ന് പറയുന്നത് അതിൽ തുറന്നു നോക്കിയാൽ നമുക്കൊരു ആമുഖം കാണാൻ പറ്റും. ഇനി അതിൽ 22 ഭാഗങ്ങളിലായിട്ട് 395 ആർട്ടിക്കിളുകൾ അല്ലെങ്കിൽ അനുച്ഛേദങ്ങളും 12 പട്ടികകളുമാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്നത്. 395 അനുച്ഛേദങ്ങൾ. എന്താണ് അനുച്ഛേദങ്ങൾ അല്ലെങ്കിൽ ആർട്ടിക്കിളുകൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറയും, ഇപ്പോൾ ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം കൊടുക്കണമെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ആർട്ടിക്കിൾ A, അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത് എടുത്ത് നോക്കിയാൽ മൗലികാവകാശങ്ങളിലാണ് വരുന്നത്. പാർട്ട് 3 മൂന്നാം ഭാഗത്താണ് വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്ത് വരുന്ന മൗലികാവകാശങ്ങളിൽ ആർട്ടിക്കിൾ 21A എന്താണെന്ന് എടുത്ത് നോക്കിയാൽ അവിടെ പറയുന്നത് ഇതാണ്: 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദം എന്ന് പറയുന്നത് ഇതേപോലുള്ള ചില നിയമങ്ങൾ പറഞ്ഞു വെക്കുന്നതാണ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഭരണഘടന രൂപീകരിക്കപ്പെട്ട സമയത്ത് 22 ഭാഗങ്ങളിലായിട്ട് 395 ആർട്ടിക്കിളുകളും 12 പട്ടികകളും ഉണ്ട് അല്ലേ. ഇനി ഈ 2013 മെയ് വരെ 98 ഭേദഗതികളാണുള്ളത്. പക്ഷെ നമുക്കിപ്പോൾ അറിയാമല്ലോ, ലേറ്റസ്റ്റ് 106 ഭേദഗതി വരെ നടത്തിയിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് 106ാമത്തെ വനിതാ സംവരണ ബില്ല് അല്ലേ നമ്മുടെ പാർലമെന്റിൽ ലേറ്റസ്റ്റ് ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 106 ഭേദഗതികൾ വരെ ഇപ്പോൾ വരുത്തിയിട്ടുണ്ട് അല്ലേ. ഭേദഗതി മീൻസ് കാലാനുസൃതമായി ഭരണഘടന രൂപീകരിക്കപ്പെട്ടിട്ട് ഇപ്പോൾ 75 വർഷമായി. അപ്പോൾ ആ 75 വർഷത്തിന് മുമ്പുള്ള സിറ്റുവേഷൻ അല്ല ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. അപ്പോൾ കാലാനുസൃതമായിട്ട് അതിൽ പുതിയ നിയമങ്ങൾ ആഡ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ പഴയ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അപ്പോൾ അതിനെയൊക്കെയാണ് ഭേദഗതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്തൊരു പോയിന്റ് നോക്കുക. 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന പൂർത്തിയാക്കിയത്. അതായത് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റികളൊക്കെ രൂപീകരിച്ചല്ലോ. അങ്ങനെ ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെട്ടത് അതിനെടുത്ത സമയം എന്ന് പറയുന്നത് 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ്. ഇത് സ്കൂൾ ടെക്സ്റ്റിൽ 17 ദിവസമാണ്, പക്ഷെ PSCയുടെ ചില പരീക്ഷകളിൽ 18 ദിവസം എടുത്തു എന്നാണ് പറയുന്നത്. എന്നാലും നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിൽ ഇത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ചലഞ്ച് ചെയ്യാം. ഇത് തന്നെയാണ് ആധികാരികമായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇത് നമ്മൾ പഠിച്ചു. ഇനിയിപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകളുണ്ട്. ഇത് നിങ്ങൾ നോക്കിയാൽ നമുക്കൊരു 8 സവിശേഷതകൾ നമുക്ക് കാണാൻ പറ്റും. ഇത് വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ കൊടുക്കാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നും പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അതുകൊണ്ട് ഈ 8 എണ്ണം നമ്മളിപ്പോൾ തന്നെ പഠിച്ചു പോവുക. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത്
പാർലമെന്ററി ഭരണ സമ്പ്രദായമാണ്. പാർലമെന്ററി ഭരണ സമ്പ്രദായം. ആദ്യത്തെ ഏതാണ്? പാർലമെന്ററി ഭരണ സമ്പ്രദായം. ഇപ്പം തന്നെ പഠിച്ചു പോവുക. രണ്ടാമത്തേത് മൗലിക അവകാശങ്ങൾ, 3 മൗലിക കർത്തവ്യങ്ങൾ, അല്ലെ? അത് 2 മൗലിക അവകാശം. നിങ്ങൾ ഈ പിക്ചർ തന്നെ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. പ്രധാന സവിശേഷത എന്താ? ഇപ്പുറത്തെ സൈഡിൽ കിടക്കുന്ന പാർലമെന്ററി ഭരണ സമ്പ്രദായം, മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, നിർദ്ദേശങ്ങൾ. അപ്പോൾ ഈ സൈഡിൽ ഉണ്ടാ പാർലമെന്ററി സമ്പ്രദായം. ഇപ്പം മൗലികം 2 മൗലികം, പിന്നെ നിർദ്ദേശക തത്വങ്ങൾ, അല്ലേ? നീ അല്ലെ ഈ സൈഡിൽ. പാർലമെന്ററി ഭരണ സമ്പ്രദായം, മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, മൗലിക നിർദ്ദേശങ്ങൾ. ഇനി ഇപ്പുറത്തെ സൈഡ് നോക്കാൻ നിയമവാഴ്ച, സംയുക്ത വ്യവസ്ഥ, എഴുതപ്പെട്ട ഭരണഘടന, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. ഇവിടെ പിന്നെയും ഓർത്തിരിക്കാമെന്ന് വിചാരിക്കാം. പക്ഷേ ഇവിടെ ഇച്ചിരി പ്രശ്നങ്ങളായിട്ട് ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് തോന്നും. പക്ഷേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. നിയമവാഴ്ച ഇപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ നിയമവാഴ്ച ഉണ്ടോ എന്ന് ഇങ്ങനെ ആലോചിക്കണം. നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. നിയമവാഴ്ചയുണ്ട്, സംയുക്ത വ്യവസ്ഥയുണ്ട്, എഴുതപ്പെട്ട ഭരണഘടനയാണ്, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയുണ്ട്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നും പോകത്തില്ല. എന്നാലും നിങ്ങളത് അറിഞ്ഞിരിക്കുക. അങ്ങനെ ഈ ഒരു 8 പ്രാധാന്യം അതിനകത്ത് പറയുന്നുണ്ട്, 8 സവിശേഷതകൾ കേട്ടോ. 8 എന്തൊക്കെയാണ്? പാർലമെന്ററി സമ്പ്രദായം, മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ. അതേപോലെ തന്നെ നമ്മുടെ നിയമവാഴ്ച, സംയുക്ത വ്യവസ്ഥ, എഴുതപ്പെട്ട ഭരണഘടന, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. ഇനി നമുക്ക് ഇതിൻ്റെ ആദ്യത്തെ പോയിന്റായിട്ട് പറഞ്ഞിരിക്കുന്ന പാർലമെന്ററി ഭരണ സമ്പ്രദായം എന്താണെന്ന് നമുക്ക് നോക്കാം. പാർലമെന്ററി ഭരണ സമ്പ്രദായം എന്താണെന്ന് നോക്കാം. എന്താണ് പാർലമെന്ററി ഭരണ സമ്പ്രദായം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് പാർലമെന്ററി സമ്പ്രദായമാണ്. അതെന്താണ് എന്ന് നോക്കിയാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, രാജ്യഭരണത്തിന് വേണ്ടി ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ തിരഞ്ഞെടുക്കുന്നു. രാജ്യഭരണത്തിന് വേണ്ടി ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ തിരഞ്ഞെടുക്കുന്നു. എന്താണ് പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറഞ്ഞാൽ മതം, വർഗം, ജാതി, വർണ്ണം, ലിംഗം ഇതൊന്നും വ്യത്യാസമില്ലാതെ ഒരു യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസി എന്നാണ് അറിയപ്പെടുന്നത്. ഈ പ്രായം അല്ലെങ്കിൽ എന്താ പറയുക, മതം, ജാതി, വർഗം, വർണ്ണം, ലിംഗം വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വോട്ടെടുക്കാൻ പറ്റുന്നത്. അതൊരു പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലേ? ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെടുന്ന ആ ഒരു സമയത്ത് നമുക്കറിയാം 89 വരെ 21 വയസ്സായിരുന്നു പ്രായപൂർത്തി, വോട്ട് ചെയ്യാനുള്ള പ്രായം എന്ന് പറയുന്നത്. അതിനുശേഷം അല്ലെ 89 ഒരു നമ്മുടെ അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ട് 18 വയസ്സായിട്ട് മാറ്റുന്നുണ്ട്. നിലവിൽ 18 വയസ്സായ ആർക്കും, അത് ഏത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഏത് ജാതി, അതൊന്നും ഒരു പ്രശ്നമല്ല. 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള ഇന്ത്യൻ പൗരനാണോ അയാൾക്ക് തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാവുന്നതാണ്. നമുക്കറിയാലോ. അപ്പോൾ അതാണ് പ്രായപൂർത്തി വോട്ടവകാശം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അവിടെ പ്രായപൂർത്തിയാകണമെന്നേ ഉള്ളൂ, അയാളുടെ മറ്റു കാര്യങ്ങളൊന്നും അവിടെ മുഖവിലേക്ക് എടുക്കത്തില്ല. അതാണ്. അപ്പോൾ രാജ്യഭരണത്തിന് വേണ്ടി ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ തിരഞ്ഞെടുക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവർ ചേർന്ന് ഒരു ജനപ്രതിനിധി സഭയായി പ്രവർത്തിക്കുന്നു. ഈ പ്രതിനിധി സഭ പാർലമെന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനമാണ് പാർലമെന്ററി ഭരണസമ്പ്രദായം. അതാണ് ശരിക്കും എന്താണ് പാർലമെന്ററി ഭരണ സമ്പ്രദായം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതായത് ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനമാണ് പാർലമെന്ററി ഭരണ സംവിധാനം. ഇവിടം തൊട്ട് ആണ് അത് വേണ്ട. ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനമാണ് പാർലമെന്ററി ഭരണ സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത കാര്യം നോക്കാം. ഇനി എന്താണ് പാർലമെന്റിൻ്റെ ചുമതല? പാർലമെന്റിൻ്റെ ചുമതല എന്ന് പറയുന്നത് നിയമനിർമ്മാണമാണ് പാർലമെന്റിൻ്റെ പ്രധാന ചുമതല. കാരണം നമുക്ക് ഊഹിച്ചാൽ തന്നെ കിട്ടും. കാരണം വെച്ചാൽ ഇപ്പോൾ 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്, അല്ലെ? അതിനുശേഷം ഇപ്പോൾ 75 വർഷം കൊണ്ട് എന്തോരം മാറ്റങ്ങളുണ്ടായി. IT മേഖലയിൽ തന്നെ, ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ തന്നെ എന്തോരം മാറ്റങ്ങളുണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ കോവിഡ് കാലത്തിന് ശേഷം ഇങ്ങോട്ട് ഡിജിറ്റൽ മണിയല്ലേ കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഓൺലൈൻ ട്രാൻസാക്ഷൻ അല്ലേ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഉൾപ്പെടെ ഗൂഗിൾ പേ ഉള്ള സംവിധാനങ്ങളല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ രീതികൾ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള നിയമങ്ങളൊക്കെ നമ്മുടെ ഭരണഘടനയിൽ നിയമങ്ങളൊക്കെ പുതിയത് ആഡ് ചെയ്യേണ്ടി വരും, ചിലതിൽ മാറ്റം വരുത്തേണ്ടി വരും, അല്ലേ? അപ്പോൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ചതികൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ചതിയിൽപ്പെടാതെ ഇന്ത്യൻ പൗരന്മാരെ കാത്തു സൂക്ഷിക്കുന്നതിന് നിയമനിർമ്മാണം നടത്തേണ്ടി വരും. അപ്പോൾ അതൊക്കെയാണ് ഈ പാർലമെന്റിന്റെ ചുമതല എന്ന് പറയുന്നത്. പാർലമെന്റ് ചുമതല അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പാർലമെന്റ് ചുമതല. ഇനിയിപ്പോൾ അടുത്ത് പറയുന്നത് നോക്കാം. ഇന്ത്യയിൽ പാർലമെന്ററി ഭരണ സമ്പ്രദായ പ്രകാരം കേന്ദ്രത്തിലും
സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി സഭകളുണ്ട് അല്ലെ. അത് നമുക്കറിയാം. ഇന്ത്യയിൽ പാർലമെന്ററി ഭരണ സമ്പ്രദായ പ്രകാരം കേന്ദ്രത്തിൽ ഇപ്പം നമ്മുടെ NDA ഗവൺമെന്റ് ആണ് ഭരിക്കുന്നത് അല്ലെ. BJP അതിൽ ഒരു പാർട്ടിയാണ്. BJP ഉൾപ്പെടുന്ന പ്രധാനമായിട്ടും നിൽക്കുന്ന കൂടുതൽ സീറ്റുള്ള BJP ഉൾപ്പെടുന്ന പാർട്ടി ഉൾപ്പെടുന്ന ഒരു അലയൻസ് ആണ് NDA എന്ന് പറയുന്നത്. നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ആണ് ഇപ്പോൾ ഭരണം നടത്തുന്നത്. ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് UPA സർക്കാരായിരുന്നു അല്ലെ. അത് കോൺഗ്രസും മറ്റ് അനുബന്ധ ഘടകകക്ഷികളൊക്കെ ഉൾപ്പെടുന്ന UPA എന്ന് പറയുന്ന യൂണിവേഴ്സൽ പ്രോഗ്രസീവ് അലയൻസ് അല്ലെ, അങ്ങനെ എന്തോ ആണ്. അപ്പോൾ UPA എന്ന് പറയുന്ന സർക്കാരായിരുന്നു ഭരിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ കേന്ദ്രത്തിൽ ഇനിയിപ്പോൾ നമ്മുടെ സംസ്ഥാനങ്ങളിൽ പറയാനാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ 2 ടേമിലല്ലേ, ഈ ടേമും കഴിഞ്ഞ ടേമിലുമായിട്ട് LDF സർക്കാരാണ്. CPM ഉൾപ്പെടുന്ന CPI ഉൾപ്പെടുന്ന LDF മുന്നണിയാണ് ഭരിക്കുന്നത് അല്ലേ. അതിന് മുമ്പാവുമ്പോഴോ UDF ആണല്ലേ, UDF എന്ന് പറയുന്നത്. അപ്പോൾ UDF എന്ന് പറഞ്ഞാൽ കോൺഗ്രസും അതിൻ്റെ ഘടകകക്ഷികളും ഉൾപ്പെടുന്ന ഗവൺമെൻറ്റാണ് ഭരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ മാറി മാറി ഭരണം വന്നുകൊണ്ടിരിക്കും അല്ലേ. ഇന്ത്യയിൽ പാർലമെന്ററി ഭരണ സമ്പ്രദായ പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി സഭകളുണ്ട്. ഇതിപ്പം നമ്മൾ ലോക്സഭാ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ഈ ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ നിന്നും 20 സീറ്റാണ് ലോക്സഭയിലേക്കുള്ളത്. ലോക്സഭയിൽ മൊത്തം 545 സീറ്റുണ്ട്. 28 സംസ്ഥാനങ്ങളിൽ നിന്നുമായിട്ട് 545 സീറ്റാണ് ലോകസഭയിലുള്ളത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നും 20 പേർക്കാണ് 20 സീറ്റാണുള്ളത്, 20 സീറ്റ്. അതേപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട് ലോകസഭയിലേക്ക്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്നവരെല്ലാം കൂടെ ചേർന്നിട്ട് ലോകസഭയിൽ അടുത്ത 5 വർഷത്തേക്ക് നമ്മുടെ കേന്ദ്രത്തിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കപ്പെടാൻ പോവുകയാണ് അല്ലെ. ലോകസഭ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 ടേമിലായിട്ട് NDA സർക്കാരാണ്. അപ്പോൾ അടുത്ത 5 വർഷത്തേക്കുള്ള ഇലക്ഷൻ ഇപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലായിട്ട് നടക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ ഉടനെ തന്നെ നടക്കാൻ പോകുന്നു. ആ 20 സീറ്റിലേക്ക് മത്സരിക്കാൻ പോവുകയാണ് അല്ലെ. കേരളത്തിൽ നിന്നും 20 സീറ്റാണ് കേന്ദ്രത്തിലേക്കുള്ളത് അല്ലെ. ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോൾ 2-2.5 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സംസ്ഥാന നിയമസഭകളിലേക്ക്, അതായത് നമ്മുടെ സംസ്ഥാനത്ത് ഭരിക്കുന്ന LDF ഗവൺമെൻറ്റാണ് ഇപ്പോൾ. അത് കഴിയുമ്പോൾ അതിൻ്റെ ടേം 5 വർഷം പൂർത്തീകരിക്കുമ്പോൾ അടുത്ത ഇലക്ഷൻ നമ്മുടെ സംസ്ഥാന നിയമസഭയിലേക്ക് നടക്കാൻ പോകുന്നു അല്ലേ. അപ്പോൾ അതിൽ ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടിയായിരിക്കും അതിൽ ലീഡ് ചെയ്ത് ഭരിക്കുക എന്ന് പറയുന്നത്. ഇന്ന് നോക്കാം. കേന്ദ്രത്തിൽ പാർലമെന്റ് പോലെ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന നിയമസഭകളുമുണ്ട് അല്ലെ. പാർലമെന്റിൽ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും, അതുപോലെ സംസ്ഥാന നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടമായാൽ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും അധികാരത്തിൽ തുടരാനാവില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ രണ്ടും എടുക്കുക. ഇപ്പോൾ കേന്ദ്രത്തിൽ ശ്രീ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ് പോകുന്നത്. അവിടെ അദ്ദേഹത്തിന് ഇപ്പോൾ പറഞ്ഞല്ലോ, അത് BJP മാത്രമല്ല ചേർന്നിട്ടല്ലല്ലോ ഭരിക്കുന്നത്, അത് അലയൻസ് ആണ്. NDA എന്ന് പറയുന്നത് BJPയും അതേപോലെ അതിൽ അനുബന്ധ ഘടകകക്ഷികളൊക്കെ അതിനകത്തുണ്ട്. അവരെല്ലാം ചേർന്നിട്ടുള്ള ഒരു അലയൻസ് ആണ്, സഖ്യമാണ്. ആ സഖ്യത്തിൽ നിന്നും ചില രാഷ്ട്രീയ പാർട്ടികൾ വിചാരിക്കുകയാണെന്നാൽ ഞങ്ങൾ നിങ്ങൾക്കുള്ള പിന്തുണ പിൻവലിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചാൽ അവരുടെ പിന്തുണ പോയാൽ അത്രയും സീറ്റ് നഷ്ടമാകും. അപ്പോൾ അവർക്ക് അവരുടെ പിന്തുണ പോകുന്ന ഭൂരിപക്ഷം നഷ്ടമാകുന്നതോടുകൂടി രാജിവെക്കേണ്ട ഒരു അവസ്ഥ വരും. സെയിം സിറ്റുവേഷൻ തന്നെ കേരളത്തിൽ സംഭവിക്കാം. കാരണം ഇപ്പോൾ LDF എന്ന് പറയുന്ന ഒരു മുന്നണിയിൽ CPM ഉണ്ട്, അതേപോലെ CPI ഉണ്ട്, വേറെ അനുബന്ധ ഘടകകക്ഷികളുണ്ട്. അപ്പോൾ അവരാരെങ്കിലുമൊക്കെ ഭൂരിപക്ഷം പിൻവലിക്കുകയാണെങ്കിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാലും മുഖ്യമന്ത്രിക്കും രാജിവെക്കേണ്ട ഒരു അവസ്ഥ വരും. ഇതായിട്ട് പറയുന്നതല്ല, ഇത് അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം. അത് ഏത് ഗവൺമെൻറ് ഇപ്പോൾ സംസ്ഥാനത്തിലാണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുത്തിരിക്കുന്ന അവരുടെ ഭൂരിപക്ഷം നഷ്ടമായാൽ അവർ ആ സ്ഥാനത്ത് നിന്നും അല്ലെങ്കിൽ രാജിവെക്കേണ്ടി വരും. അപ്പോൾ അതിൽ തുടരാനാവില്ല. അങ്ങനെ രാജിവെക്കുകയോ തുടരാനാവാത്തൊരവസ്ഥയിൽ വീണ്ടും ഇലക്ഷൻ നടത്തേണ്ടി വരും. അടുത്ത് നോക്കാം. ഭരണാധികാരികളുടെ മേൽ ജനങ്ങൾക്കുള്ള അധികാരവും നിയന്ത്രണവും അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളിലൂടെ പാർലമെന്ററി ഭരണ സമ്പ്രദായം ഉറപ്പാക്കുന്നു. ഇതിൽ നിന്നും വ്യത്യസ്തമായി ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായം എന്ന് പറയുന്നത്. അത് അമേരിക്കൻ ഐക്യനാടുകൾ, ഫ്രാൻസ്, ഇവിടെയൊക്കെ അങ്ങനെയാണ്. അവിടെയൊക്കെ നമുക്കിപ്പോൾ നമ്മുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ നേരിട്ടല്ല, പകരം ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട പാർലമെന്റ് അംഗങ്ങളുണ്ട്. ആ പാർലമെന്റ് അംഗങ്ങളാണ്, അതായത് ഇപ്പം നമ്മൾ പാർലമെന്റ് ലോക്സഭ ഇലക്ഷൻ നടക്കുമല്ലേ, അപ്പം നമ്മൾ 20 പേരെ ഇവിടുന്ന് തിരഞ്ഞെടുക്കുന്നുണ്ട്. ഈ 20 പേരും മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ലോകസഭാ മെമ്പർമാരും ഒക്കെ ചേർന്നിട്ടാണ്. മൊത്തം 545 മെമ്പർമാരുണ്ട് അല്ലേ ലോകസഭയിൽ, രാജ്യസഭയിലും ഉണ്ട് അതുപോലെ. അപ്പോൾ അത്രയും പാർലമെന്റ് അംഗങ്ങൾ ചേർന്നിട്ടാണ്
ആരെ തിരഞ്ഞെടുക്കുന്നത്? പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ നമ്മൾ പ്രസിഡന്റ് ഇലക്ഷനിൽ നമ്മൾ പങ്കെടുക്കാറില്ല. പക്ഷെ നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട പ്രതിനിധികളാണ് നമുക്ക് വേണ്ടിയിട്ട് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ അമേരിക്ക അല്ലെങ്കിൽ ഫ്രാൻസ് അവിടെ അങ്ങനെയല്ല. അവിടെ ഡയറക്റ്റ് ജനങ്ങൾ തന്നെയാണ് അവരുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. നമുക്കറിയാം അല്ലെ, ജോ ബൈഡൻ ആണ് ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ്. ഇപ്പോൾ ജോ ബൈഡനെ തിരഞ്ഞെടുത്തത് എങ്ങനെയാണെന്ന് നമുക്കറിയാം അല്ലേ. അതേപോലെ ഫ്രാൻസിൻ്റെ ഇമ്മാനുവൽ മാക്രോൺ ആണ് അല്ലേ, നമ്മുടെ റിപ്പബ്ലിക് ദിന അതിഥിയാണ്. അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നതൊക്കെ ഡയറക്റ്റാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്, ചിലപ്പോൾ ഇതൊരു എക്സെപ്ഷൻ വേണമെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കാം. പ്രസിഡൻഷ്യൽ താഴെ കൊടുത്തിട്ടുള്ളതിൽ പ്രസിഡൻഷ്യൽ സമ്പ്രദായ പ്രകാരം അമേരിക്കൻ പ്രസിഡൻഷ്യൽ സമ്പ്രദായ പ്രകാരം പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അമേരിക്കൻ ഐക്യനാടുകളും ഫ്രാൻസും അല്ലേ. അപ്പോൾ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തതെന്ന് പറയുന്നത് മൗലികാവകാശങ്ങളാണ്. മൗലികാവകാശങ്ങൾ നമ്മൾ തൽക്കാലം മൗലികാവകാശങ്ങൾ ഒരു വലിയൊരു ടോപ്പിക്കാണ്, നമുക്കത് എടുക്കാം. നമുക്കൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് നോക്കാം. ഇതുവരെ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ ഒന്ന്, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഔദ്യോഗികമായി അംഗീകാരം ലഭിച്ച നവംബർ 26 ഏത് ദിനമായി ആചരിക്കുന്നു? നവംബർ 26 എന്ന് പറയുന്നത് ഭരണഘടനാ ദിനമാണ്. അതേപോലെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. ഇതാണ് ഏക തീയതി എന്ന് പറയുന്നത്. 1949 നവംബർ 26 ഇന്ത്യൻ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി എന്ന് പറയുന്നത്. നമ്മൾ നേരിട്ട് കണ്ടുപഠിച്ചിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് മറന്നു പോകത്തില്ല. ദേശീയ നിയമ ദിനമായി ആചരിക്കുന്നത് നവംബർ 26. ദേശീയ നിയമ ദിനമായി ആചരിക്കുന്നത് നവംബർ 26. ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് ഞാൻ പറഞ്ഞു 1946 ഡിസംബർ 6 ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത് ഡിസംബർ 9. ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത് ഡിസംബർ 13. രാജേന്ദ്ര പ്രസാദിനെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഡിസംബർ 11. അപ്പോൾ 6, 9, 11, 13 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് 1950 ജനുവരി 24. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. അതുപോലെ ഇന്ത്യ റിപ്പബ്ലിക് രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടത് 1950 ജനുവരി 26. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത് 1947 ജൂലൈ 18. ഇനി നമ്മൾ കഴിഞ്ഞൊരു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പഠിച്ചതാണ്. അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ജെയിംസ് മാഡിസൺ ആണ്. അതേപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാനും അദ്ദേഹം തന്നെയായിരുന്നു. 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനയുടെ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുത്തു. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് സച്ചിദാനന്ദ സിൻഹയാണ്. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ നിയമ ഉപദേശകൻ എന്ന് പറയുന്നത് BN റാവു ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ ആയിരുന്നു. അംബേദ്കർ ദിനമായി ഇന്ത്യയിൽ ആചരിക്കുന്നത് ഏപ്രിൽ 14 ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ചത് BN റാവു എന്ന വ്യക്തിയാണ്. ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണം എന്ന ആശയം ആദ്യമായിട്ട് ഉന്നയിച്ച വ്യക്തി BN റാവു ആണ്. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ഭരണഘടന എന്നൊരാശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് MN റോയ് ആണ്. അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊക്കെ മുമ്പ് തന്നെ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്നൊരാശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി എന്ന് പറയുന്നത് MN റോയ് ആണ്. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രഖ്യാപനം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13 ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടനയുടെ കരട് നിർമ്മാണ സമിതി അതായത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് 1947 ഓഗസ്റ്റ് 29 അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ ഉണ്ട്. ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റിഫ്രഷ് ചെയ്യാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും പരീക്ഷ ടെലഗ്രാമിൽ നടത്താറുണ്ട്. താല്പര്യമുള്ളവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. താങ്ക്